ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഈ ഈശോയുടെ നാമത്തിൽ നിങ്ങൾക്ക് സകലവിധ നന്മകളും നല്ലൊരു ദിവസവും ആശംസിക്കുന്നു. ഈശോയുടെ ശിഷ്യന്മാർ ഒരിക്കലും ഇങ്ങനെ പോകുമ്പോൾ ഈശോയുടെ നാമത്തിൽ ഒരാൾ കുറേ അത്ഭുതങ്ങളൊക്കെ ചെയ്യണമുണ്ട്. ശിഷ്യന്മാർ അവനെ തടയുകയാണ്. എന്നിട്ട് ആ വിവരം വന്ന് ഈശോയുടെ അടുത്ത് പറയുകയാണ്, ഇങ്ങനെ ഒരാൾ കണ്ട് ഞങ്ങളവരെ തടഞ്ഞു. ഈശോ അവരെ തിരുത്തി കൊടുക്കുന്നുണ്ട്. തിരുത്തി കൊടുത്തിട്ട് ഈശോ അവരോട് ഇപ്രകാരം പറയുക. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 9-ാമത്തെ അധ്യായം 40-ാം തിരുവചനം, നമുക്ക് എതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്. പക്ഷെ അത്ര ക്ലിയർ ആയിട്ട് പറയണമെന്ന് വെച്ചേ, നീ കാണുന്ന വ്യക്തി നമുക്ക് അല്ലെങ്കിൽ ദൈവത്തിന് എതിരല്ലെങ്കിൽ അവൻ നമ്മുടെ പക്ഷത്ത, ദൈവത്തിൻ്റെ പക്ഷത്ത. ആളുകളെ തിരിച്ചറിയാനുള്ള ഒരു എളുപ്പമാർഗ്ഗം ഈശോ പറയുക. നീ നിൻ്റേതായ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്, നീ നിൻ്റേതായ ചിന്താമണ്ഡലത്തിൽ നിന്നുകൊണ്ട് പലരെയും വിമർശിക്കാറുണ്ട്, പലരെയും വിധിക്കാറുണ്ട്. പക്ഷെ നീ കണ്ടെത്തേണ്ട ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് പറയുക. ആ വ്യക്തി ആരുടെ പക്ഷത്താണെന്നുള്ളത്. ആ വ്യക്തി എതിരല്ലെങ്കിൽ നമ്മുടെ പക്ഷത്താണ്. ആ വ്യക്തിയുടെ ചിന്താരീതികളിലേക്കും ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങളിലേക്കും മാത്രം നോക്കിയാൽ മതി. ഈശോ പറഞ്ഞിട്ടില്ലേ, ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാം. വൃക്ഷം എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കുന്ന ഫലത്തിലേക്ക് മാത്രം നോക്കിയാൽ മതി. പ്രിയ സഹോദര സഹോദരി, മറ്റുള്ളവരെ വിധിക്കാതെ, അസൂയയോടുകൂടി വ്യാപരിക്കാതെ നല്ല രീതിയിൽ തിരിച്ചറിയുവാനായിട്ട് നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു. ഈശോയെ, എപ്പോഴും നിൻ്റെ പക്ഷത്തായിരിക്കുവാൻ ഈ വ്യക്തി അറിയണമേ. ആത്മാക്കളെ തിരിച്ചറിയുവാനുള്ള വിവേകം ഈ വ്യക്തിക്ക് നൽകണമേ. നിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധ നന്മകൾ കൊണ്ട് നിറയപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീന്റെ സർവ്വം, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവ്വം, എല്ലാറ്റിനും നിൻ ജീവനിൻ പേർക്കാ തന്നതിനാ. നീ എൻ്റെ സർവ്വം, എല്ലാ